നീറ്റ് എക്സാമിന് ഹോളിൽ കയറി കഴിഞ്ഞ് ആ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. കുട്ടികൾ നല്ല രീതിയിലൊക്കെ പഠിക്കും, പക്ഷേ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാത്ത കുട്ടികൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. അത് കാരണം മാർക്ക് കുറഞ്ഞു പോകുന്ന കുട്ടികളുണ്ട്, ടൈം പോകുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ നീറ്റ് എക്സാമിന് പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം? ഹൗ ടു അറ്റൻഡ് നീറ്റ് പേപ്പർ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നിങ്ങളൊരു ഓർഡർ ഫിക്സ് ചെയ്യണം. നിങ്ങൾക്ക് ഏതാണോ ടഫ് സബ്ജക്റ്റ്, ഏതാണോ സിമ്പിൾ സബ്ജക്റ്റ്, സിമ്പിളിൽ നിന്ന് ടഫിലേക്ക് പോകാൻ ശ്രമിക്കുക. ഒട്ടുമിക്ക കുട്ടികൾക്കും ഫിസിക്സ് ആയിരിക്കും ടഫ് സബ്ജക്റ്റ്, ബയോളജി ആയിരിക്കും സിമ്പിൾ സബ്ജക്റ്റ്. അപ്പോൾ നോർമലി കുട്ടികൾ എന്താ ചെയ്യുക? ബയോളജി അറ്റൻഡ് ചെയ്യും, കെമിസ്ട്രി അറ്റൻഡ് ചെയ്യും, പിന്നെ ഫിസിക്സ് അറ്റൻഡ് ചെയ്യും. നിങ്ങളൊരു ഓർഡർ ഫിക്സ് ചെയ്യുക. ചൂസ് ദ റൈറ്റ് ഓർഡർ. ഒരു ഓർഡർ ഫിക്സ് ചെയ്യുക. രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? ടൈം ഡിവൈഡ് ചെയ്യുക. എങ്ങനെ ടൈം ഡിവൈഡ് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോ മക്കളെ. ബയോളജി ഒരു 55 മിനിറ്റ് കൊണ്ട് തീർക്കുക. എത്ര 90 ക്വസ്റ്റ്യൻ തീർക്കുക. സിമ്പിളാണല്ലോ, 90 ക്വസ്റ്റ്യനൊക്കെ വേഗം ചെയ്യാൻ പറ്റും. 55 എന്നല്ല ഞാൻ ഒരു സമയം ഇട്ടെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്നല്ല, നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറവ് സമയത്ത് തീർക്കാൻ പറ്റുന്നവരുണ്ട് കേട്ടോ. 45 മിനിറ്റിലും 30 മിനിറ്റിലുമൊക്കെ നീറ്റിൻ്റെ ബയോളജി കംപ്ലീറ്റ് ആക്കിയ കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് ഒന്ന് പറയാറുണ്ട്. ഓക്കെ, അത് നമ്മൾ പേപ്പറിൻ്റെ ലെവലിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ബയോളജി എല്ലാത്തിനും ബയോളജി 1 അവർ, കെമിസ്ട്രി 1 അവർ, ഫിസിക്സ് 1 അവർ എന്നല്ലേ. ഈ ബയോളജി കെമിസ്ട്രിക്ക് നമുക്ക് 1 അവർ തന്നെ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ബയോളജിയും കെമിസ്ട്രിയൊക്കെ 1 അവറിന് മുമ്പ് തന്നെ തീർക്കുക. ഇതൊരു 50 മിനിറ്റിൽ തീർക്കുക, ഇതൊരു 50 മിനിറ്റ് തീർക്കുക, അല്ലെങ്കിൽ 55 മിനിറ്റ് തീർക്കുക. അപ്പോൾ ഈ 2 സബ്ജക്റ്റ് 1 മണിക്കൂറിൽ താഴെ സമയം എടുത്ത് തീർക്കുക. എന്നിട്ട് കിട്ടുന്ന സമയം കൊണ്ട് ഫിസിക്സിലേക്ക് സ്പെൻഡ് ചെയ്യുക. അതാണ് ഞാൻ ചെയ്യൽ. ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ വേഗം കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് ആ കിട്ടിയ സമയം, ആ ലാഭിച്ച സമയം കൊണ്ട് ഫിസിക്സ് ടഫായിട്ടുള്ള ആ ഭാഗമൊക്കെ ചെയ്ത് തീർക്കാൻ നോക്കും. ഫിസിക്സ് കുറച്ചുകൂടെ സമയം എടുക്കുന്ന ടഫാണല്ലോ. അപ്പോൾ ഈ 2 സബ്ജക്റ്റിൽ നിന്ന് കിട്ടുന്ന സമയം ലാഭിച്ച് ഫിസിക്സ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തി ആയിരിക്കും, ഇക്വേഷനൊക്കെ ചെയ്ത് കുറച്ച് സമയമെടുക്കും. എല്ലാ ക്വസ്റ്റ്യനും ഇതിൽ ചിലപ്പോൾ 90 കിട്ടും, കെമിസ്ട്രിയിൽ 45 കിട്ടും, പക്ഷേ ഫിസിക്സിൽ 45 കിട്ടാൻ പാടാണ്. അപ്പോൾ കുറച്ചുകൂടെ സമയം വേണം നമുക്ക്. അപ്പോൾ ഇത് 2 നമ്മളുള്ള സമയം ലാഭിച്ച് മൂന്നാമത്തെ ഫിസിക്സ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തെന്താ? സ്കിപ്പ് ഇമ്മീഡിയറ്റ്ലി. സ്കിപ്പ് എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യനും വായിക്കണം. വായിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ പാടില്ല. 180 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 180 ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചിരിക്കണം. അത് ടഫ് ആയിക്കോട്ടെ, ചെയ്യാൻ കിട്ടാത്ത ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷേ ആ ക്വസ്റ്റ്യൻ 150 നിങ്ങൾ കണ്ടിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കണ്ടു, ഇപ്പം നീറ്റ് പേപ്പർ നിങ്ങൾ 1ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടു. 1ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ഒന്നും അറിയാത്തത് അങ്ങനെയൊക്കെ ഉണ്ട്. 1ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വായിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല, വിഷമിക്കാൻ നിൽക്കണ്ട. അതങ്ങ് സ്കിപ്പ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ അങ്ങ് വിടുക. സ്കിപ്പ് ചെയ്തിട്ട് എന്താ, 2ാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതും കിട്ടുന്നില്ല, പോട്ടെ, 3ാമത്തെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അറേഞ്ച് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആദ്യം വരും. ആദ്യത്തെ ചിലപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ നല്ല ടഫായിരിക്കും, ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ടെൻഷൻ അടിക്കണ്ട, അറിയുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ ബാക്കി കാണും. അതിലൊക്കെ കണ്ണ് ചെല്ലണം. ഈ 3 മണിക്കൂർ കൊണ്ട് 150 ക്വസ്റ്റ്യനിലേക്ക് നിങ്ങളുടെ കണ്ണ് ചെല്ലണം. കണ്ണ് ചെല്ലാത്ത ഒരു ക്വസ്റ്റ്യനും ഉണ്ടാകാൻ പാടില്ല. അപ്പം ആദ്യം എന്താ, നിങ്ങൾ സ്കിപ്പ് ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, അങ്ങോട്ട് കിട്ടണില്ല, അതിൽ കുറേ സമയം ചിലവാക്കണ്ട. 1 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാം, 1 മിനിറ്റ് ഒന്നും എടുക്കരുത്. ചിലർ വലിയ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ വായിച്ച് എന്നിട്ട് 2-3 മിനിറ്റൊക്കെ എടുക്കും. ഒരു ക്വസ്റ്റ്യന് 1 കൂടുതൽ മിനിറ്റ് എടുക്കാൻ പാടില്ല. വേഗം വായിച്ച് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്കിപ്പ് ചെയ്യുക ക്വസ്റ്റ്യനുകൾ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, 150 ക്വസ്റ്റ്യനും വായിക്കാതെ പോകരുത്. 150 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിരിക്കണം. ക്വസ്റ്റ്യൻ എന്താ, അത് കണ്ടിരിക്കണം. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിലോ, ഒരു ടഫിൽ നിങ്ങൾ കുറേ നേരം സമയം കളയുമ്പോൾ എന്താ, തൊട്ടപ്പുറത്ത് കുറേ സിമ്പിൾ കാണും, ആ സിമ്പിൾ ചെയ്യാനുള്ള സമയം കൂടെ നിങ്ങൾ കളയുന്നത്. 150 ക്വസ്റ്റ്യനും കണ്ടിരിക്കണം. പക്ഷെ കണ്ട ഏതെങ്കിലും ക്വസ്റ്റ്യൻ ടഫാണെങ്കിൽ അത് വിടുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്യുക. ഷുവർ ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്യുക. പക്ഷെ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 50-50, ഇത് കുഴപ്പമില്ല, ചിലപ്പോൾ ചെയ്തു പോയാൽ കുഴപ്പമില്ല എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്ത് അറ്റൻഡ് ചെയ്യാം. ചില ക്വസ്റ്റ്യങ്ങൾക്ക് ഒരു മീഡിയം ലെവലിലായിരിക്കും ആ ക്വസ്റ്റ്യനിൽ ചിലപ്പം കുറച്ചുകൂടെ ലെങ്തി ആയിരിക്കും, പക്ഷെ ചെയ്താൽ കിട്ടുമെന്നൊക്കെ തോന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടെ സമയം ഇൻവെസ്റ്റ് ചെയ്തോ, കണ്ടുപിടിച്ചോ, എന്നിട്ട് അറ്റൻഡ് ചെയ്തോ, പ്രശ്നമില്ല. ഷുവറായിട്ടുള്ളത് അറ്റൻഡ് ചെയ്യുക. 50-50 ഉള്ളത് നിങ്ങളുടെ റിസ്കിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. ഒരു ഐഡിയയും ഇല്ലാത്ത, ഒരു ഐഡിയയും ഇല്ലാത്ത ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തോണം. ചെയ്യാൻ നിൽക്കരുത്. ഒരു ഐഡിയയും ഇല്ലാത്ത ക്വസ്റ്റ്യൻ കറക്കി കുത്തരുത്. 5 മാർക്കാ പോവാ. സാർ കിട്ടിയാൽ 4 മാർക്കാണല്ലോ എന്ന് ചിന്തിക്കും. പോയാൽ 5 മാർക്കാ പോണത് മക്കളെ. ഒരു ഐഡിയയും ഇല്ലാത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്.
ഞാൻ എപ്പോഴേ പറയാം, 150 ക്വസ്റ്റ്യനും മണ്ടത്തരം കാണിച്ച് അറ്റൻഡ് ചെയ്യുന്നേക്കാൾ എത്രയോ നല്ലതാണ് ആ 150 അറിയുന്ന ക്വസ്റ്റ്യനെ എല്ലാം കറക്റ്റാക്കി വിടുന്നത്. അതാ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം നിങ്ങളുടെ തലയിൽ കയറണം. പലർക്ക് 150 അറ്റൻഡ് ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റിയാണ്. അതല്ല വേണ്ടത്. 150 അറ്റൻഡ് ചെയ്യുന്ന കുഴപ്പമില്ല, പക്ഷെ അറിയാത്ത കുറേ ക്വസ്റ്റ്യൻ നമ്മൾ കറക്കി കുത്തി കാണും. അതിനേക്കാൾ എത്രയോ നല്ലതാണ് അറിയുന്നത് മാത്രം എഴുതി വെച്ച് പോണത്. അപ്പം നെഗറ്റീവ് വരില്ല, അപ്പം തന്നെ മാർക്ക് കൂടും. ഓക്കെ, അടുത്തെന്താ? ഒരു ക്വസ്റ്റ്യനും വായിക്കാതെ പോകരുത്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ അടുത്തതിലേക്ക് പോക്കോ. ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അടുത്തതിലേക്ക് പോവാം, പ്രശ്നമില്ല. പക്ഷെ ഒരു ക്വസ്റ്റ്യനും വായിക്കാതെ വിടരുത്. നെവർ സ്കിപ്പ് എനി ക്വസ്റ്റ്യൻ. നെവർ സ്പെൻഡ് മോർ ദാൻ 20 സെക്കൻഡ് ടു റീഡ് എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക. ഇത്രയും വലിയ ക്വസ്റ്റ്യനാ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ച് വന്നപ്പോൾ പകുതി വെച്ച് വീണ്ടും നമ്മുടെ കണക്ഷൻ പോയി. നമ്മൾ വീണ്ടും ആദ്യം മൂലം വീണ്ടും വായിക്കും. വീണ്ടും ഇവിടെ എത്തി, ഇവിടുന്ന് കണക്ഷൻ പോയി. വീണ്ടും ആദ്യം മൂലം മനസ്സിരുത്തി ഒന്നുകൂടെ വായിക്കും. കാരണം നീറ്റ് എക്സാം ആ ടെൻഷൻ ഉണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യൻ ഒറ്റ ലൈനിൽ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വീണ്ടും 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 വായിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ തന്നെ സമയം കളയരുത്. ഒന്ന് നേരെ വായിക്കുന്നു, അപ്പം തന്നെ മനസ്സിലാക്കാം. എവിടെ വെച്ച് ബ്രേക്ക് ആയാലും വീണ്ടും ആദ്യം മുതൽ വായിക്കാൻ സമയം കളയരുത്. 20 സെക്കൻഡ് 20 സെക്കൻഡിനുള്ളിൽ ക്വസ്റ്റ്യൻ വായിച്ച് തീർക്കുക. 20 മാക്സിമം കേട്ടോ. 40 സെക്കൻഡ് കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കുക. ഈ 1 മിനിറ്റിന് അപ്പുറം പോകുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അവിടെ ഇടുക, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, 20 സെക്കൻഡ് കൊണ്ട് വായിച്ച് തീർക്കുക. ആ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കിട്ടുന്നതാണെങ്കിൽ ബാക്കി 40 സെക്കൻഡ് കൊണ്ട് ആ ക്വസ്റ്റ്യൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ബയോളജി എങ്ങനെയാ? ബയോളജി കെയർഫുള്ളി റീഡ് ചെയ്യണം, ഓരോ ലൈനും ശ്രദ്ധിക്കണം. ബയോളജിയിലാണ് ട്രിക്കി ക്വസ്റ്റ്യൻ വരിക. ഞങ്ങൾ സിമ്പിളാണല്ലോ, സിമ്പിളാണെന്ന് പറഞ്ഞിരിക്കും, പക്ഷെ മിസ്റ്റേക്കുകൾ വരുത്താൻ ചാൻസും ബയോളജിയിലാണ്. ഓരോ വാക്കും ശ്രദ്ധിക്കണം. നോട്ട്, എക്സെപ്റ്റ്, ഇൻകറക്റ്റ്, റോങ്, ഇങ്ങനെയുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. ബയോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഏതാണ് ഇൻകറക്റ്റ്, ആ ഇൻകറക്റ്റ് എന്നാണെങ്കിൽ അതിനൊന്ന് അണ്ടർലൈൻ ചെയ്ത് തരും. അണ്ടർലൈൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ബാക്കിയെല്ലാം വായിക്കാൻ. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. ഓവർ തിങ്ക് ചെയ്യരുത് ബയോളജിയിൽ. NCERT ബയോളജിയിൽ ഏറ്റവും കൂടുതലുള്ള ഓവർ തിങ്കിങ് ആണ്. NCERT ഇങ്ങനെ ഒരു പോയിന്റ് പറയുന്നില്ലല്ലോ, പക്ഷെ ഇതാണെന്നും പറയുന്നില്ലല്ലോ, അപ്പം ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നാൽ ഇങ്ങനെ ഉത്തരമാകാൻ ചാൻസ് ഉണ്ടല്ലോ. ഇങ്ങനെ പലരും ചിന്തിക്കും, സാർ NCERT പറയുന്നില്ലെങ്കിലും ഇതിങ്ങനല്ലേ സാറേ വരിക. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ബയോളജിയിൽ ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരുപാട് ചിന്തിക്കാൻ ഒന്നുമില്ല, ഉണ്ടാവൂല. NCERT ലൈൻ അതേപോലെ ക്വസ്റ്റ്യൻ ആക്കിയിട്ടായിരിക്കും ഉണ്ടാകുക. ഓവർ തിങ്ക് ചെയ്ത് പൊട്ടത്തരം കാണിച്ചു വെക്കരുത്. ഓവർ തിങ്ക് ചെയ്ത് ഈ ഓപ്ഷൻ കൂടി ശരിയാകാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. ആ സ്റ്റേറ്റ്മെന്റ് ബയോളജി NCERT എവിടെങ്കിലും പറയുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ശരി, എവിടെ പറയുന്നില്ലെങ്കിൽ അത് തെറ്റ് എന്ന രീതിയിലേക്ക് പോവുക. ചിലതൊക്കെ കൺസെപ്റ്റ് വെച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അത് നിങ്ങളുടേതായിട്ടുള്ള കോമൺ സെൻസ് കണ്ടുപിടിക്കുക. കെമിസ്ട്രിയിലേക്ക് വരുമ്പോഴോ, ലെങ്തി ക്വസ്റ്റ്യനുകൾ എന്തെങ്കിലും ഉണ്ട്, കുറേ വായിക്കാനുണ്ട്, ലെങ്തി ക്വസ്റ്റ്യനൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അത് പിന്നെ വന്ന് വായിച്ചാൽ മതി. വലിയ വലിയ ക്വസ്റ്റ്യനുകൾ കാണും. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആണെങ്കിലും വലിയ ക്വസ്റ്റ്യൻ അവിടെ ഇട്ടേരും മക്കളെ. തൊട്ടപ്പുറത്തെ ചെറിയ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ വലിയ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ മതി. മെക്കാനിസം, ഓർഗാനിക്കലി മെക്കാനിസം ഉണ്ട്. മെക്കാനിസം കുറേ കുട്ടികൾ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. ഈ ബോണ്ടിന് പകരം ഈ ബോണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്, ഈ ബോണ്ടിലും അറ്റാക്ക് ചെയ്യാലോ, ഈ ബോണ്ടിലും അറ്റാക്ക് ചെയ്താൽ ഈ പ്രൊഡക്റ്റ് ആയിരിക്കുമല്ലോ വരിക. അപ്പം എന്താ പ്രശ്നം ചോദിച്ചാൽ, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്താൽ ഏത് ഉത്തരമാണോ കിട്ടുന്നത് അതുവരെ ഓപ്ഷനിൽ കാണും. അത് പക്ഷെ പൊട്ടത്തെറ്റുമായിരിക്കും. അങ്ങനെ ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. NCERT ഇന്നർ റിയേജന്റ് ഉപയോഗിച്ചാൽ ഇന്ന പ്രൊഡക്റ്റാണ് കിട്ടുക എന്ന് ഉണ്ടാകും. നിങ്ങൾ അതേ സാധനം അപ്ലൈ ചെയ്താൽ മതി. അല്ലാതെ ഈ ബോണ്ട് പൊട്ടി ഇതൂടെ വരാൻ ചാൻസ് ഇല്ലേ എന്ന് പറഞ്ഞ് ബയോളജിയിലും കെമിസ്ട്രിയിലും ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. ഫിസിക്സിലേക്ക് വരുമ്പോൾ എന്താ, ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്കായി പോകും. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിന്ന് പോകാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ ഫിസിക്സിലാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ സ്റ്റക്കായി പോകില്ലേ. ലെന്തി ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം. ലെന്തി ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക, പിന്നെ തിരിച്ചു വരണം. സ്കിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് വായിച്ച് തീർത്തിട്ട് വേണം പിന്നെ ലെന്തി ക്വസ്റ്റ്യനിലേക്ക് വരാൻ. ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ലെന്തി ക്വസ്റ്റ്യനിൽ കുറേ സമയം കളയും, ഏതെങ്കിലും ക്വസ്റ്റ്യൻ സ്റ്റക്കായി പോകും. തൊട്ടപ്പുറത്ത് വല്ല ഫോർമുല അപ്ലൈ ചെയ്യാനുള്ള സിമ്പിൾ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ മിസ്സാക്കുകയാണ്. ലെന്തി ക്വസ്റ്റ്യൻ ചെയ്ത് സമയം കളയുമ്പോൾ എന്താ, സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം കൂടാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. പിന്നെന്താ, ഈ മിസ്റ്റേക്ക് ഒന്നും ചെയ്യരുത്. എന്താ, 3-4 മിനിറ്റ് ഒന്നും ഒരു ക്വസ്റ്റ്യന് വേണ്ടി സ്പെൻഡ് ചെയ്യരുത്. ടേക്കിംഗ് റിസ്ക് ഫോർ നോ ഐഡിയ ക്വസ്റ്റ്യൻ. ഒരു ഐഡിയയും ഇല്ലാത്ത ക്വസ്റ്റ്യനിൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. പാനിക് ഇഫ് യു സീ ടഫ് ക്വസ്റ്റ്യൻ. ഒരു ടഫ് ക്വസ്റ്റ്യൻ കണ്ടു, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. ബയോളജിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ടഫ് ആയിരിക്കും, രണ്ടാമത്തെ ടഫ്, 3 ടഫ്, 4 ടഫ്, എത്ര ആയിക്കോട്ടെ ടഫ്.
കുറേ ടഫാണെങ്കിൽ അത് പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. 150 ടഫാണെങ്കിൽ പഠിച്ചില്ല എന്നർത്ഥം. സിമ്പിൾ ക്വസ്റ്റ്യനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് മക്കളെ. 150-ൽ എൻ്റെ അഭിപ്രായത്തിൽ മക്കളെ 100 സിമ്പിൾ ഉണ്ടാകും, 80 ആയിരിക്കും നിങ്ങൾ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്. ആ 100 എന്തായാലും നമ്മൾ കറക്റ്റ് ആക്കണം. ആ 400 മാർക്ക് എന്തായാലും നമുക്ക് കിട്ടണം. അതാ സിമ്പിൾ ക്വസ്റ്റ്യൻ, ടഫ് ക്വസ്റ്റ്യൻ കണ്ട് പാനിക് ആകരുത്. തൊട്ടപ്പുറത്ത് ഒരുപാട് സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടാകും എന്ന് കരുതി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആ കോളത്തിൻ്റെ പുറത്തേക്ക് ബബിളിങ് പോകരുത്, ഇങ്ങനെയൊക്കെ ബബിൾ ചെയ്ത് വെക്കരുത്. ആ ബബിളിങ് എപ്പോഴും ഉള്ളിൽ തന്നെ ആയിരിക്കണം, ബബിളിങ് ഉള്ളിലായിരിക്കണം. ഓവർ തിങ്ക് ചെയ്യരുത്. കെമിസ്ട്രിയിലും ബയോളജിയിലും ഒരുപാട് നിങ്ങളുടേതായിട്ടുള്ള കൺസെപ്റ്റുകൾ NCERT ഈ ലൈൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇതും ശരിയാണല്ലോ എന്ന് ഓവർ തിങ്ക് ചെയ്യരുത്. ചില തിങ്കിങ് ഒക്കെയാ, ഓവർ തിങ്ക് ചെയ്ത് തെറ്റിക്കരുത് മക്കളെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ എക്സാം ഹോളിൽ ചെന്ന് പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രമിക്കുക. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, സമയം കളയാതിരുന്ന് പഠിക്കുക.